എനിക്ക് 2 ദിവസത്തെ ഒഴിവ് വേണം. എന്തിന്? ഒരു യാത്രയുണ്ട് തിരുനാവായിലേക്ക്. ചില ബലികർമ്മങ്ങളൊക്കെ ചെയ്യണം. നാളെ പുറപ്പെടുന്നു. ഇതൊരു സുവർണ അവസരമാണ്. എനിക്കെല്ലാം അറിയാനുള്ളൊരവസരം. എൻ്റെ ഏട്ടനെ പറ്റി, ഏട്ടൻ അവരെ ഉപേക്ഷിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ട എൻ്റെ വീടിനെ കുറിച്ച്, 13 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. ഞാൻ തന്നെയാണ് അവരെ തിരുനാവായിലേക്ക് കൊണ്ടുപോകുന്നത്. തനിച്ച് മറ്റാരും വരണ്ട. എല്ലാം അറിയണം എനിക്ക്. നീ നോക്കിക്കോ ഡെനീസ്. ഈ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴേക്കും ഞാൻ സർവ്വതും അറിയും, അമ്മയുടെ നാവിൽ നിന്ന് തന്നെ. എന്നിട്ട് വേണം എനിക്ക് അവർക്കെതിരെ ചില പുതിയ കളികൾ നീക്കാൻ. ഓം കാളി. എന്തിനാ ഇയാളിങ്ങനെ ഏത് നേരം എന്റെ പിന്നാലെ നടക്കണേ? ചെയ്യേണ്ടത് അങ്ങോട്ട് ചെയ്യുക, വരണവരെ സമാധാനിപ്പിച്ച് വിടുക. അങ്ങനെയൊക്കെ ആണെങ്കിലേ ഇന്നത്തെ കാലത്ത് അങ്ങോട്ട് ജീവിച്ചു പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമസ്കാരം. ആരിത്? ഭാനുമതിയോ? ഇത്തവണയും മുടക്കില്ല അല്ലേ? നന്നായി. അങ്ങനെ ഒഴിവാക്കാൻ കഴിയൂ തിരുമേനി? അല്ല, തിരിച്ചു വന്നൂല്ലേ? അപ്പൊ ഈശ്വരൻ കൈവിട്ടില്ല. ഇളയ മകനല്ലേ ഇത്? ചെറുപ്പത്തിലെ നാട് വിട്ടുപോയ. പിന്നെ ഇല്ല, വരും. ഭാനുമതിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാണ്ടിരിക്കില്ല. വരും, വന്നേ തീരൂ. വരൂ ഈശ്വര. മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം ആരുടേതായിരുന്നു? ഭർത്താവിന്റെ? അല്ല. പിന്നെ? മകന്റെ, മൂത്ത മകന്റെ. എന്തുപറ്റി? എന്തുപറ്റി? ഇല്ല, ഒന്നുമില്ല. എന്നായിരുന്നു? മരിച്ചിട്ട് കാലം കുറേയായി. 13 വർഷങ്ങൾക്ക് മുമ്പ്. വർഷം മുമ്പ് ഏട്ടൻ പോയല്ലേ? എന്തായിരുന്നു ഏട്ടന്? ഇതെന്താ രണ്ടാമതൊരു ബലികർമ്മം? ഇത് ബലികർമ്മമല്ല, പ്രായശ്ചിത്ത കർമ്മോ. എന്താ? ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാര കർമ്മം. വിധിപ്രകാരം കർമ്മം ചെയ്താൽ നാളിതുവരെ ചെയ്തു പോയ സകല പാപങ്ങളും തീരുമെന്ന വിശ്വാസം. എന്ന് ഞാൻ വരട്ടെ.
ഒന്ന് നിൽക്കൂ. മുടങ്ങാതെ വർഷങ്ങളായി ചെയ്യുന്ന പ്രായശ്ചിത്ത കർമ്മം. ആരോട് ചെയ്ത പാപങ്ങൾക്കാണ് ഈ കർമ്മങ്ങളൊക്കെ? പറയണം. എന്റെ മകനോട്, നന്ദനോട്. മൂത്ത മകന്റെ ആയുസിനു വേണ്ടി അവന്റെ ആയുസിനോടുള്ള അത്യാർത്ഥ്യം മൂലം 2 മക്കളെ നഷ്ടപ്പെടുത്തിയ പാപിയായ ഒരു അമ്മയാണ് ഞാൻ. മനസ്സിലായില്ല. ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ, കാർമികനൊഴികെ. പക്ഷെ കുട്ടിയെ കാണുമ്പോ ഞാൻ നഷ്ടപ്പെടുത്തിയ എന്റെ നന്ദനെ ഓർമ്മ വരുന്നു. ഇതേ പ്രായമായിരുന്നു അവനും. നഷ്ടപ്പെട്ട ആ മകന്റെ സ്ഥാനത്ത് ഞാൻ മോനെ കണ്ടോട്ടെ. രണ്ടു മക്കളായിരുന്നു എനിക്ക്. ജനിച്ചപ്പോഴേ ഹൃദയത്തിന് ദീനം വന്നവനായിരുന്നു മൂത്ത മകൻ. ഒരു നീർക്കുമുള പോലെ എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന ഒരു ജന്മം. അവന്റെ ആയുസ് അവനോടുള്ള പരിചരണം പോലെ നീട്ടിക്കിട്ടുമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഒരു ചെറിയ ദുഃഖം പോലും അവന് താങ്ങാനാവില്ലത്രേ. നോക്കുകൊണ്ട് പോലും അവനെ നോവിക്കരുത്. അവനോട് പ്രത്യേക സ്നേഹവും ലാളനയുണ്ടെന്ന് അവന് ബോധ്യം വരികയും വേണം. അതായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. മക്കളെയെല്ലാം ഒരുപോലെ കാണാനേ ഒരു അമ്മയ്ക്ക് കഴിയും. ദാറ്റ് ഐ നോ. പക്ഷേ നമ്മൾ അല്പം മാറി ചിന്തിച്ചേ തീരൂ. രോഗിയായ മകന്റെ ആയുസിന് വേണ്ടി നിങ്ങൾക്ക് അവനോട് സ്നേഹക്കൂടുതലുണ്ടെന്ന് പറഞ്ഞ പോരാ, അതവനെ ബോധ്യം വരുത്തണം. അതിനൊരല്പം സ്നേഹക്കുറവ് ഇളയ മകനോട് നടിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഭാനുമതിക്ക്? ഇരുളുള്ളപ്പോൾ നമ്മൾ വെളിച്ചത്തെ എളുപ്പം തിരിച്ചറിയുന്നു. അതുപോലെ ഒരല്പം സ്നേഹക്കുറവ് വരുത്തി സ്നേഹക്കൂടുതലിനെ എളുപ്പം തിരിച്ചറിയിപ്പിക്കുന്നു. ഒരു സൈക്കോ ഇൻബാലൻസിങ്, ഒരല്പം, അത്ര വേണ്ടൂ. രോഗിയായ മകനോട് ഒരിക്കലും ദേഷ്യപ്പെടാതിരിക്കുക. അവൻ എന്ത് ആവശ്യപ്പെട്ടാലും സാധിച്ചു കൊടുക്കുക. അങ്ങനെ ജീവിതകാലം മുഴുവൻ അങ്ങനെ വേണമെന്നല്ല. അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയെങ്കിലും. അവരിപ്പോ കുട്ടികളല്ലേ. രോഗവിവരം ആരറിഞ്ഞാലും അത് അപകടമാണ്. താനൊരു രോഗിയാണെന്നറിയുന്ന ആ ഒരു നിമിഷത്തെ ഷോക്ക് മതി മകന്റെ ജീവൻ നഷ്ടപ്പെടാൻ. ഞാൻ മനസ്സില്ലാ മനസ്സോടെ നന്ദുവിനോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. മനഃപൂർവ്വം അവനെ ശാസിച്ചു, ശിക്ഷിച്ചു. എന്നിട്ട് ആരോരും അറിയാതെ ഇരുളിന്റെ മറവിൽ എല്ലാം സ്വയം കരഞ്ഞു തീർത്തു. എല്ലാം എന്റെ പൊട്ടത്തരം, സ്വാർത്ഥത. ഇല്ലത്തെ കാര്യസ്ഥൻ ഭരതനുമായി ഞാൻ വേളിക്കൊരുങ്ങുകയാണെന്ന് ഒരു ശ്രുതിയുണ്ടായി. എനിക്ക് അയാളെ വെറുപ്പായിരുന്നു. ഒരു ദിവസം നന്ദൻ എന്നെ ചോദ്യം ചെയ്തപ്പോൾ അയാളോടുള്ള ദേഷ്യം മുഴുവനും ഞാൻ അവനോട് തീർത്തു. മനനന്ദാവൻ എന്നെ വിട്ടുപോയി, നാട് വിട്ടുപോയി, എങ്ങോട്ടേക്കും. അവന്റെ വേർപാട് താങ്ങാനാവാതെ ആ ഒരു ആഘാതത്തിൽ രോഗിയായ മൂത്ത മകനും പോയി. അന്നേ ദിവസം തന്നെ ഈ ലോകം തന്നെ വെടിഞ്ഞ് ഇളയ മകനെ ദ്രോഹിച്ചതിന് ദൈവം തന്ന ശിക്ഷ. 2 മക്കളെ വേർപ്പെടുത്തി ജീവച്ചവമായി ഞാൻ മാത്രം ബാക്കിയായി. നീ കാരണമാണ് ഞാൻ മരിച്ചത്. നീ നാട് വിട്ടുപോയതിലുള്ള ദുഃഖം താങ്ങാൻ വയ്യാതെ ഹൃദയം പൊട്ടിയാണ് ഞാൻ മരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ജീവിക്കുമായിരുന്നു. ഈ ലോകത്തിലെ വർണ്ണങ്ങളും മാധുര്യങ്ങളും നീ എനിക്ക് നിഷേധിച്ചു. നീയാണ് എന്നെ കൊന്നത്. നീ 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 ഞാനൊരു നിഷേധിയല്ലേ? നിഷേധി അല്ല, ഒരിക്കലുമല്ല. താനല്ല ഇതൊന്നും ചെയ്തത്. തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. കുട്ടിക്കാലത്തെ ചാപല്യം നിറഞ്ഞ തന്റെ മനസ്സ്. സാഹചര്യം കൊണ്ട് ആ പാവം അമ്മയ്ക്ക് അന്ന് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു.
നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ. തന്റെ കുട്ടി മനസ്സ് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. ഏട്ടനോട് മാത്രമാണ് അമ്മയ്ക്ക് സ്നേഹമെന്ന് താൻ കരുതി. അമ്മയെ വെറുത്തു, നാട് വിട്ടു. ഇപ്പൊ തിരിച്ചും വന്നു. എല്ലാം വിധിയാണ്. ഇപ്പോൾ താങ്കൾക്ക് തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും. എങ്ങനെ? എന്താ കുട്ടി ഇതൊക്കെ? ഇതെന്തു പറ്റി? പ്രായശ്ചിത്ത കർമ്മം ചെയ്യേ. ഇത്ര ചെറുപ്പത്തിലെ ഇതൊക്കെ ചെയ്യാനുള്ള പാപങ്ങളൊന്നും കുട്ടി ചെയ്തു കാണില്ലല്ലോ. ഓവ്, ഒരു ജന്മം കൊണ്ട് ചെയ്യാവുന്നതിലേറെ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ? അമ്മയുടെ സ്നേഹം തിരിച്ചറിയാനാവാതെ അവരെ വെറുത്ത് ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി. അതുവഴി ഹൃദ്രോഗിയായ എന്റെ ഏട്ടന് മരണം സമ്മാനിച്ചു. പാപക്കറ പുരണ്ട കൈകൾ കൊണ്ട് സ്വന്തം അമ്മയെ ദ്രോഹിച്ചു. ഇത്രയൊക്കെ പോരെ പാപങ്ങൾ? നന്ദനല്ലേ നീ? അമ്മ, അമ്മ, എല്ലാറ്റിനും മാപ്പ്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? ഞാനല്ലേ ഞാനല്ലേ നിന്നെ ദ്രോഹിച്ചത്? അല്ല, രണ്ടുപേരും കുറ്റക്കാരല്ല. പരസ്പരം മാപ്പ് ചോദിക്കേണ്ട കാര്യവുമില്ല. രണ്ടുപേരും ചെയ്തത് അന്നത്തെ ശരികളായിരുന്നു. അതിനെ ഒരു വലിയ തെറ്റാക്കി മാറ്റിയത് വിധിയ, കാലവ. ഇനി അങ്ങോട്ട് മാപ്പ് ചോദിക്കാനുള്ളതല്ല, സ്നേഹിക്കാനുള്ള നാളുകളാ. എന്താ, തന്റെ ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് മുൻപിൽ താനൊരു പൊടിക്കുഞ്ഞ, ഇത്തിരി പോന്ന പൊടിക്കുഞ്ഞ്. ഭാനുമതി, ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഇയാളെ തിരിച്ചു കിട്ടിയ ഒരു ചുറ്റുവിളക്ക്, അത് മറക്കണ്ട. മോനെ, എന്താടാ മച്ചു പായം പൊളിച്ച് നോക്കിയിരിക്കുന്നത്? ഇത് ഞാൻ തന്നെയാടാ. ഇതെന്റെ അമ്മയും. എന്താ വിശ്വാസം വരുന്നില്ലേ? പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ആ പഴയ നന്ദൻ ഗൗഡയല്ല, അതിലും പഴയ നന്ദൻ, ഒരു താനായ നന്ദൻ. ആ അമ്മ ചെല്ല്, യാത്രയെ കഴിഞ്ഞ് വന്നല്ലേ. വിശ്വാസം വരുന്നില്ലല്ലേ? സത്യത്തിൽ എനിക്കും അതെ. പക്ഷേ ജീവിതം തന്നെ മാറിമറിയാൻ ഒരു നിമിഷം മതി. ഇനി അങ്ങോട്ട് നമുക്ക് നന്നാവാം. എന്തായാലും ഇനിയൊരു മടക്കം വേണ്ട. എന്നാ പിന്നെ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കൂടാം. വല്ല ബിസിനസ്സും ചെയ്യാം, അല്ലെങ്കിൽ കൊട്ടേഷൻ പണിക്ക് പോകാം. കൊച്ചിയിലും തൃശ്ശൂരിലൊക്കെ നല്ല ഡിമാൻഡാ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ലടാ, നമ്മളെ പഴയ നന്ദൻ തന്നെയാണോ ഇതെന്ന്. അണ്ടർ വേൾഡ് സ്പൈ, ഗോലി ഖേല്, മാങ്ങാത്തൊലി, അവന്റെ ഒടുക്കത്തെ പിണ്ടം വെക്കാൻ. എന്തായാലും നന്നായി നന്ദ, എല്ലാം നന്നായി. നമ്മളെയൊക്കെ ഇപ്പോഴും ജീവനോടെ നിലനിർത്തിയത് ഈ ഒരു അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. അതെ, ഈ ഒരമ്മ, എന്റെ അമ്മ, ഇനി മുതൽ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കെല്ലാവർക്കും ഒരു കുടുംബമായിട്ടും കഴിയാം. ഇല്ല, ഞാനുണ്ടാവില്ല. എന്ത് ഡെന്നിസേ? അതെ, ഡെന്നീസ് തന്നെ. കോപ്പേ, ഇതാണോടാ കുടുംബം? പോയി നിന്റെ അച്ഛയെ വിളിച്ചോണ്ട് വാടാ. നിനക്ക് അവിടെ ഉള്ളത്
സെന്റിമെന്റ്സും ചീപ്പ് വാങ്ങാത്തൊലിയൊന്നുമല്ല. നല്ല അസല് പ്രേമ. അത് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. പോയി വിളിക്കട അവളെ. അളിയോ ചെല്ലളിയാ. അമ്മേ, എന്താ? ഞാനൊരു കാര്യം ചെയ്താ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നും. ദേഷ്യോ? അമ്മയ്ക്കോ? മക്കൾ എന്ത് ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. എന്റെ മോന് നല്ലത് മാത്രമേ ചെയ്യാനാവൂ. പറ, എന്റെ മോൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവാ. നേരം ഇതിനാണോ ദേഷ്യപ്പെടുന്നത്? ഒരമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ അത്? പറ, ആരാ സുന്ദരിക്കുട്ടി? മറ്റാരുമല്ല, അനിയൻ തമ്പുരാന്റെ കൊച്ചുമോള്. ലക്ഷ്മിയോ? പുണ്യം കിട്ടും, 1 കോടി പുണ്യം കിട്ടും. സാക്ഷാൽ മഹാലക്ഷ്മി അവള്. ചെല്ലേ, എന്റെ മോൻ ഇപ്പൊ തന്നെ ചെല്ലേ. അവളെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കേ. നിറവിളക്കുമായി അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ഇവിടെ. ചെല്ലേ.